Hi everyone, welcome to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബ്രോസ്റ്റിന്റെ റെസിപ്പി ആയിട്ടാണ്. ബ്രോസ്റ്റ് എന്നോ KFC എന്നോ എന്തും പറയാം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഡു സബ്സ്ക്രൈബ്, തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും എനേബിൾ ചെയ്യുക. സോ ഞാനിടുന്ന ഫ്യൂച്ചർ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. ആദ്യം മസാല ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് വിനീഗർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് തൈരാണ്. അത് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നിങ്ങളുടെ രുചിക്കും എരിവിനും നിങ്ങളുടെ ചിക്കൻ എത്രയെന്ന് വെച്ചാൽ അതിനാവശ്യത്തിന് ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നമ്മുടെ ചിക്കൻ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ തൊലി കളയാൻ പാടില്ല. അത് നന്നായിട്ടൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. ഓവർനൈറ്റ് വെക്കണം. മിനിമം നിങ്ങൾ പൊരിക്കുന്നതിൻ്റെ ഒരു 6 hours മുന്നെങ്കിലും ഇതൊന്ന് ഫ്രിഡ്ജിൽ വെക്കണം. ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ചിക്കൻ തന്നെ വെള്ളം ഇറങ്ങി വരും. ചിക്കൻ ഇപ്പം ഫ്രിഡ്ജിൽ നിന്നെടുത്തൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കാം. ഇനി നമുക്ക് കോട്ടിംഗ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ ഒറിഗാനോ, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതിലേക്ക് കോൺഫ്ലോർ പൊടിയും മൈദയും ചേർത്ത് കൊടുക്കണം. അതെങ്ങനെയെന്ന് വെച്ചാൽ 1 കപ്പ് മൈദ എടുക്കുന്നെങ്കിൽ 1/2 കപ്പ് കോൺഫ്ലവർ അങ്ങനെയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. കോൺഫ്ലവറിൻ്റെ ഇരട്ടി മൈദ ചേർത്ത് കൊടുക്കാം. പിന്നെ മസാലകളെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറവുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇഞ്ചി വെളുത്തുള്ളി പൗഡർ ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ മറ്റേ മസാലയിൽ നന്നായിട്ട് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മുടെ കോട്ടിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് തണുത്ത വെള്ളമാണ്. ഞാനിത് ഐസിട്ട് വെച്ച വെള്ളമാണ്. ഇനി ഇതെങ്ങനെ കോട്ട് ചെയ്തെടുക്കുന്നതെന്നൊന്ന് കാണിച്ചു തരാം. ആദ്യം ചിക്കൻ നമ്മുടെ കോട്ടിങ്ങിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് കോട്ടിങ് എത്തുന്ന രീതിയിലാക്കണം. എന്നിട്ട് ഇത് തണുത്ത വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് മുക്കിയിട്ടെടുക്കാം. ഒരു 2 സെക്കൻഡ് മുക്കിയാൽ മതി. എന്നിട്ട് വീണ്ടും നമ്മൾ കോട്ട് ചെയ്തിട്ടെടുക്കണം. നന്നായിട്ട് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്ത് കാണിച്ചു തരാം. ഓയിൽ ആദ്യം ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം മീഡിയം ഫ്ലെയിമൊക്കെ ആക്കിയിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ഇട്ട പാടെ ഇളക്കി കൊടുക്കരുത്. ആദ്യം ഒരു സൈഡ് വേവട്ടെ, എന്നിട്ട് മതി മറിച്ചിടാനായിട്ട്, അല്ലെങ്കിൽ മസാല എല്ലാം എണ്ണയിൽ പോകും. ഒരിക്കലും തണുത്ത വെള്ളത്തിൽ മുക്കാൻ മറന്നു പോവരുത്. അത് മുക്കുമ്പോഴാണ് നല്ലൊരു ടെക്സ്ചർ കിട്ടുന്നത്. ഇതിങ്ങനെ ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചാലുള്ള ഉള്ളിലെല്ലാം വെന്ത് കിട്ടുക. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ച് ഇത് മുക്കി പൊരിക്കാം. ചിലർ കുക്കറിലിട്ട് വേവിക്കാറുണ്ട്, പക്ഷേ ഇത്ര നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. മിനിമം 6 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കിടക്കണം, എന്നാലുള്ളൂ കംപ്ലീറ്റ് ആയിട്ട് വെന്ത് കിട്ടുക. നിങ്ങൾക്ക് വേണമെങ്കിൽ അടച്ചു വെച്ചും വേവിക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വളരെ ക്രിസ്പിയാണിത്. ബാക്കിയുള്ളതെല്ലാം ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. വളരെ ക്രിസ്പി ആൻഡ് ജ്യൂസി ആയിട്ടുള്ളൊരു ഡിഷാണിത്. ഇത് നിങ്ങൾ ബ്രോസ്റ്റ് ഒന്നും വാങ്ങിക്കാൻ കടയിൽ പോവണ്ട. നിങ്ങൾക്ക് വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഗാർലിക് സോസിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ പോയി കാണാം. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിടാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊന്നും ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.